ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ ലെറ്റ്സ് മൈൽ PSC. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പ്രകാശം പ്രതിപദിക്കുമ്പോൾ എന്നുള്ളതാണ്. ഈ ചാപ്റ്ററിൽ ആദ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് സുതാര്യ വസ്തു, അധാര്യ വസ്തു, അർദ്ധധാര്യ വസ്തു എന്നിവ എന്താണെന്നാണ്. നമുക്ക് ആദ്യം എന്താണ് സുതാര്യ വസ്തുക്കൾ എന്ന് നോക്കാം. പ്രകാശം നന്നായി കടത്തിവിടുന്ന വസ്തുക്കളാണ് സുതാര്യ വസ്തുക്കൾ. ജനൽ ചില്ല്, ചില്ല് കഷ്ണം, ചില്ല് ഗ്ലാസ്സിലെടുത്ത ശുദ്ധജലം, നിറമില്ലാത്ത പ്ലാസ്റ്റിക് ബോട്ടിൽ, പോളിത്തീൻ കവർ മുതലായവ. സുതാര്യ വസ്തുക്കൾ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ ഏതെല്ലാം? കടകളിൽ ഉപയോഗിക്കുന്ന ഗ്ലാസ് ജനാലകൾ, വിളക്കുകളിൽ ഉപയോഗിക്കുന്ന ഗ്ലാസുകൾ, കാറിൻ്റെ വിൻഡോ സ്ക്രീനുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസുകൾ, കണ്ണടകളിലും ബൈനോക്കുലറുകളിലും ഉപയോഗിച്ചിരിക്കുന്ന ലെൻസുകൾ. ഇനി എന്താണ് അർദ്ധധാര്യ വസ്തുക്കൾ അഥവാ ട്രാൻസ്കുലന്റ് ഒബ്ജക്ട്സ്? പ്രകാശം ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കളാണ് അർദ്ധധാര്യ വസ്തുക്കൾ. ഉദാഹരണം എണ്ണ പുരട്ടിയ പേപ്പർ, ബട്ടർ പേപ്പർ, ഉരച്ച ചില്ല്, പോളിത്തീൻ കവർ മുതലായവ. ഇനി അർദ്ധധാര്യ വസ്തുക്കൾ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ ഏതെല്ലാം? കുളിമുറിയിൽ ഉപയോഗിക്കുന്ന ഫ്രോസ്റ്റഡ് ഗ്ലാസുകൾ, ട്രേസിംഗ് പേപ്പറുകൾ, കെട്ടിടങ്ങളിൽ ഉപയോഗിക്കുന്ന സ്കൈലൈറ്റുകൾ, ഓട്ടോമൊബൈലുകളിലെ ടിൻറ്റഡ് ഗ്ലാസുകൾ. ഇനി എന്താണ് അധാര്യ വസ്തുക്കൾ എന്ന് നോക്കാം. ഒപെക് ഒബ്ജക്ട്സ്. പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കളാണ് അധാര്യ വസ്തുക്കൾ. ഉദാഹരണം മരക്കട്ട, മാർബിൾ, കണ്ണാടി, നാണയം മുതലായവ. അധാര്യ വസ്തുക്കൾ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ ഏതെല്ലാം? വീടുകളിലെയും കെട്ടിടങ്ങളിലെയും മതിലുകൾ, കെട്ടിടങ്ങളുടെ മേൽക്കൂര, നാം ഉപയോഗിക്കുന്ന കുടകൾ, വസ്ത്രങ്ങൾ മുതലായവ. സുതാര്യമായ ഗ്ലാസ് ഷീറ്റ് കരി പിടിപ്പിച്ചാൽ ഗ്ലാസ് അധാര്യമാകും. അന്തരീക്ഷത്തിൽ പുക പോലുള്ള വസ്തുക്കൾ എത്തിയാൽ ശുദ്ധവായു അധാര്യമാകും. മഷി കലരുമ്പോൾ ജലം അധാര്യമാകും. ഇവിടെ അധിക വായനയ്ക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അദൃശ്യനായ മനുഷ്യൻ എന്നൊരു ഹെഡിങ്ങോടുകൂടി കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം. ഇംഗ്ലീഷ് സാഹിത്യകാരനായ H.G. വെൽസിൻ്റെ പ്രസിദ്ധമായ ശാസ്ത്ര സാങ്കല്പിക നോവലാണ് ദ ഇൻവിസിബിൾ മാൻ അഥവാ അദൃശ്യനായ മനുഷ്യൻ. നോവലിലെ കഥാപാത്രമാണ് ശാസ്ത്രജ്ഞനായ ഗ്രിഫിൻ. താൻ നടത്തിയ പരീക്ഷണങ്ങളുടെ ഫലമായി ഗ്രിഫിൻ്റെ ശരീരം സുതാര്യമായി മാറുന്നു. അങ്ങനെ അദൃശ്യനായി മാറിയ ഗ്രിഫിൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഈ നോവലിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഇനി എന്താണ് പ്രകാശത്തിൻ്റെ പ്രതിപതനം അഥവാ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് നോക്കാം. പ്രകാശം വസ്തുക്കളിൽ തട്ടി തിരിച്ചു വരുന്നതാണ് പ്രകാശത്തിൻ്റെ പ്രതിപതനം. മിനുസമുള്ള വസ്തുക്കൾ പ്രകാശം ചുമരിലേക്ക് നന്നായി പ്രതിപദിപ്പിക്കുന്നു. പരിപരുത്ത പ്രതലങ്ങൾ പ്രകാശം പ്രതിപദിപ്പിക്കുന്നത് കുറവാണ്. ഇനി എന്താണ് ക്രമപ്രതിപതനവും വിസരിത പ്രതിപതനവും? അതായത് റെഗുലർ റിഫ്ലക്ഷൻ ആൻഡ് ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ. എന്താണ് ക്രമപ്രതിപതനം അഥവാ റെഗുലർ റിഫ്ലക്ഷൻ എന്ന് നോക്കാം. മിനുസമുള്ള പ്രതലങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമമായി പ്രതിപദിക്കുന്നു. ഇതാണ് ക്രമപ്രതിപതനം. പ്രകാശത്തെ ക്രമമായി പ്രതിപദിപ്പിക്കുന്ന പ്രതലങ്ങളാണ് ദർപ്പണങ്ങൾ. ഓർത്തിരിക്കുക, പ്രകാശത്തെ ക്രമമായി പ്രതിപദിപ്പിക്കുന്ന പ്രതലങ്ങളാണ് ദർപ്പണങ്ങൾ. ഓക്കെ, നമുക്കിവിടെ ഒരു പിക്ചർ ഉണ്ട്, കാണിച്ചു തരാം. അതായത് ക്രമപ്രതിപതനത്തിൻ്റെ പിക്ചറാണ് കാണിച്ചു തരാം. ഇവിടെ നമുക്ക് മുഖം നോക്കുന്ന ദർപ്പണം എന്ന് കൊടുത്തിരിക്കുന്ന ഈ ചിത്രം ഒരു ക്രമപ്രതിപതനത്തിന് ഉദാഹരണമാണ്. നോക്കൂ, റേസ് വരുന്നതായിട്ട് കാണാം. അതേ രീതിയിൽ ഒരേ രീതിയിൽ തന്നെയാണ് റേസ് തിരിച്ചു പോകുന്നതെന്ന് കാണാം. ഓക്കെ, ഇതാണ് നമ്മുടെ ക്രമപ്രതിപതനം. ഇനി എന്താണ് വിസരിത പ്രതിപതനം എന്ന് നോക്കാം. ഇവിടെ നമുക്ക് സാൻഡ് പേപ്പറിൽ എങ്ങനെയാണ് പ്രകാശം പ്രതിപദിക്കുന്നതെന്ന് നോക്കൂ. വരുന്നത് ഒരേ പാരലൽ ആയിട്ടുള്ള റേസ് ആയിട്ടാണ് വരുന്നത്. എന്നാൽ തിരിച്ചു പോകുന്നത് പാരലൽ റേസ് ആയിട്ടില്ല, പല രീതിയിലേക്ക് തട്ടിത്തെറിച്ചിട്ട് പല രീതിയിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് വിസരിത പ്രതിപതനം എന്ന് നോക്കാം. മിനുസമല്ലാത്ത പ്രതലങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ പ്രകാശം പല ദിശകളിലേക്ക് ചിതറിത്തെറിക്കുന്നു. ഇതാണ് വിസരിത പ്രതിപതനം. സാൻഡ് പേപ്പറിൽ പ്രകാശം പതിപ്പിച്ചാൽ വിസരിത പ്രതിപതനമാണ് നടക്കുന്നത്. ഇനി നമ്മൾ കുറച്ച് ടേമുകൾ നോക്കുകയാണ്. ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മിയാണ് പതനരശ്മി. നമുക്ക് കാണാം അല്ലേ, ഇവിടെ പതനരശ്മി എന്ന് പറഞ്ഞുകൊണ്ട് ദർപ്പണത്തിലേക്ക് വരുന്ന രീതിയിൽ ആരോ മാർക്ക് കൊടുത്തുകൊണ്ടൊരു റേ നമുക്കവിടെ കാണാം. പതനരശ്മി ദർപ്പണത്തിൽ പതിക്കുന്ന ബിന്ദുവാണ് പതനബിന്ദു. ഇനി എവിടെയാണോ ആ പതനരശ്മി വന്ന ആ ദർപ്പണത്തിൽ പതിക്കുന്നത് അതാണ് എന്ത് പതന ബിന്ദു എന്ന് പറയുന്നത്. പതനബിന്ദുവിൽ നിന്ന് ദർപ്പണത്തിന് ലംബമായി വരയ്ക്കുന്ന രേഖയാണ് ലംബം. കണ്ടോ, അതായത് എവിടെയാണോ നമ്മുടെ പ്രകാശരശ്മി വന്ന് പതിച്ച ആ ബിന്ദു, ആ പതനബിന്ദുവിൽ നിന്ന് 90 ഡിഗ്രി മുകളിലേക്ക് വരയ്ക്കുന്ന ആ ഒരു രേഖയാണ് നമ്മൾ ലംബം എന്ന് വിളിക്കുന്നത്. ഇനി പ്രകാശം പതനബിന്ദുവിൽ
തട്ടി തിരിച്ചു വരുന്ന രശ്മിയാണ് പ്രതിപതന രശ്മി. ഇനി പതനരശ്മി ദർപ്പണത്തിൽ വന്ന് തട്ടി തിരിച്ചു പോകുന്നുണ്ട്. ആ രശ്മിയാണ് നമ്മൾ പ്രതിപതന രശ്മി എന്ന് വിളിക്കുന്നത്. പതനരശ്മിക്കും ലംബത്തിനും ഇടയിലുള്ള കോണാണ് പതനകോൺ. അതായത് പതനരശ്മിക്കും ലംബത്തിനും ഇടയിലുള്ള കോണാണ് പതനകോൺ. ഓക്കെ, അപ്പോൾ പതനരശ്മിക്കും ലംബത്തിനും ഇടയിൽ നമുക്ക് പതനകോൺ കാണാം. അതുപോലെ തന്നെ പ്രതിപതന രശ്മിക്കും ലംബത്തിനും ഇടയിലുള്ള കോണാണ് പ്രതിപതന കോൺ. ഇനി എന്താണ് തലം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും രണ്ട് ബിന്ദുക്കൾ ചേരുന്ന ഒരു നേർരേഖ പൂർണ്ണമായും കിടക്കുന്ന പരന്ന പ്രതലമാണ് തലം. ഒന്നുകൂടി പറയാം. ഏതെങ്കിലും രണ്ട് ബിന്ദുക്കൾ ചേരുന്ന ഒരു നേർരേഖ പൂർണ്ണമായും കിടക്കുന്ന പരന്ന പ്രതലമാണ് തലം. പരസ്പരം ഇറുക്കി വെച്ച രണ്ട് ഗ്ലാസുകൾ രണ്ടു തലങ്ങളിലാണുള്ളത്. ക്ലാസ് മുറിയിലെ ഓരോ ചുമരും ഓരോ തലം ആണ്. ഇനി എന്താണ് പ്രതിപതന നിയമങ്ങൾ എന്ന് നോക്കാം. ഒന്നാം പ്രതിപതന നിയമം, പതനകോണും പ്രതിപതനകോണും തുല്യമായിരിക്കും. ഓക്കെ, അപ്പോൾ ഒന്നാം പ്രതിപതന നിയമം എന്താണ് പറയുന്നത്? പതനകോണും പ്രതിപതനകോണും തുല്യമായിരിക്കും. അതായത് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാം പതനകോൺ എന്നുണ്ട് അല്ലേ. ഈ പതനകോൺ 60 ഡിഗ്രി ആണെങ്കിൽ പ്രതിപതനകോണും 60 ഡിഗ്രി തന്നെ ആയിരിക്കും. ഇപ്പം 80 ഡിഗ്രി ആണെങ്കിൽ 80 ഡിഗ്രി തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി രണ്ടാം പ്രതിപതന നിയമം, പതനരശ്മിയും പ്രതിപതന രശ്മിയും പതനബിന്ദുവിലേക്കുള്ള ലംബവും ഒരേ തലത്തിൽ ആയിരിക്കും. ഇത് രണ്ടെണ്ണമാണ് പ്രതിപതന നിയമങ്ങൾ എന്ന് പറയുന്നത്. ബൾബിൽ നിന്നുള്ള പ്രകാശം പുസ്തകത്തിൽ തട്ടി കണ്ണിൽ എത്തുന്ന പ്രകാശപാതയുടെ ഫ്ലോ ചാർട്ടാണ് കൊടുത്തിരിക്കുന്നത്. ബൾബ്, പ്രകാശം, പുസ്തകം, കണ്ണ്. ബൾബ്, പ്രകാശം, പുസ്തകം, കണ്ണ്. അപ്പം അവിടെ ഫസ്റ്റത്തെ ആ ഒരു റെക്റ്റാങ്കിളിനുള്ളിൽ പുസ്തകവും രണ്ടാമത്തെ റെക്റ്റാങ്കിളിനുള്ളിൽ കണ്ണുമാണ് വേണ്ടത്. ഇനി നാം വസ്തുക്കളെ കാണുന്നത് എങ്ങനെ? ഏതെങ്കിലും ഒരു പ്രകാശ സ്രോതസ്സിൽ നിന്ന് വരുന്ന പ്രകാശം വസ്തുക്കളിൽ തട്ടി പ്രതിപതിച്ച് നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണ് നാം ആ വസ്തുവിനെ കാണുന്നത്. പ്രകാശ സ്രോതസ്സുകളെ കാണുന്നത് അവയിൽ നിന്നുള്ള പ്രകാശം നേരിട്ട് നമ്മുടെ കണ്ണിൽ എത്തുമ്പോഴാണ്. സമതല ദർപ്പണവും പ്രതിബിംബവും. മുഖം നോക്കാൻ ഉപയോഗിക്കുന്ന ദർപ്പണം പോലെ മിനുസ ലോഹ ഉപരിതലം, തെളിഞ്ഞ ജലം, ടൈൽ പാകിയ തറ തുടങ്ങിയവയിലും മുഖം കാണാൻ സാധിക്കും. ദർപ്പണത്തിൽ മുഖം കാണുമ്പോൾ പ്രകാശം കണ്ണിലെത്തുന്ന പാതയുടെ ഫ്ലോ ചാർട്ട് നമുക്ക് നോക്കാം. സൂര്യൻ, പ്രകാശം, മുഖം, പ്രതിപതിക്കുന്ന പ്രകാശം, ദർപ്പണം, പ്രതിപതിക്കുന്ന പ്രകാശം, കണ്ണ്. ഈ രീതിയിലാണ് നമുക്ക് ദർപ്പണത്തിൽ മുഖം കാണുമ്പോഴുള്ള ആ ഒരു ഫ്ലോ ചാർട്ട്. ഇനി എന്താണ് സമതല ദർപ്പണം എന്ന് നോക്കാം. ഉപരിതലം നിരപ്പായ ദർപ്പണമാണ് സമതല ദർപ്പണം. മുഖം നോക്കാൻ ഉപയോഗിക്കുന്ന കണ്ണാടി സമതല ദർപ്പണമാണ്. സമതല ദർപ്പണത്തിലെ പ്രതിബിംബത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാം? പ്രതിബിംബത്തിന് പാർശ്വിക വിപര്യം സംഭവിച്ചിരിക്കും. സമതല ദർപ്പണത്തിൻ്റെ വസ്തുവിൽ നിന്ന് ദർപ്പണത്തിലേക്കുള്ള ദൂരവും ദർപ്പണത്തിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും തുല്യമായിരിക്കും. സമതല ദർപ്പണത്തിൽ വസ്തുവിൻ്റെ വലിപ്പവും പ്രതിബിംബത്തിൻ്റെ വലിപ്പവും തുല്യമായിരിക്കും. സമതല ദർപ്പണത്തിലെ പ്രതിബിംബം നിവർന്നതും മിഥ്യയും ആയിരിക്കും. ഇനി എന്താണ് പാർശ്വിക വിപര്യം എന്ന് നോക്കാം. ലാറ്ററൽ ഇൻവേർഷൻ. സമതല ദർപ്പണത്തിൽ വസ്തുവിൻ്റെ വലതുഭാഗം പ്രതിബിംബത്തിൻ്റെ ഇടതുഭാഗമായും വസ്തുവിൻ്റെ ഇടതുഭാഗം പ്രതിബിംബത്തിൻ്റെ വലതുഭാഗമായും കാണുന്നു. ഈ പ്രതിഭാസമാണ് പാർശ്വിക വിപര്യം. ഉദാഹരണം, ആംബുലൻസിൻ്റെ മുന്നിൽ പോകുന്ന വാഹനങ്ങളിലെ ഡ്രൈവർ റിയർവ്യൂ മിററിലൂടെ നോക്കുമ്പോൾ അക്ഷരങ്ങൾ ശരിയായ രീതിയിൽ വായിക്കുന്നതിന് വേണ്ടിയാണ് ആംബുലൻസ് എന്ന വാക്ക് മുൻഭാഗത്ത് തിരിച്ചെഴുതിയിരിക്കുന്നത്. ഒരാളുടെ ഇടത്ത് കവിളിലെ മറുക് പ്രതിബിംബത്തിൻ്റെ വലതുഭാഗത്തായി കാണുന്നതിന് കാരണം പാർശ്വിക വിപര്യമാണ്. പുസ്തകം കണ്ണാടിക്ക് മുമ്പിൽ പിടിക്കുമ്പോൾ കണ്ണാടിയിലൂടെ വായിക്കാൻ സാധിക്കാത്തതിന് കാരണവും പാർശ്വിക വിപര്യം ആണ്. ഇനി എന്താണ് ആവർത്തന പ്രതിപതനം എന്ന് നോക്കാം, അഥവാ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. പ്രതിഫലന തലങ്ങൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രകാശം ഒന്നിലധികം തവണ പ്രതിപതിക്കുന്നതാണ് ആവർത്തന പ്രതിപതനം.
ഉദാഹരണം, അഭിമുഖമായി വെച്ച് 2 ദർപ്പണങ്ങൾക്കിടയിൽ മെഴുകുതിരി വെച്ചാൽ അനേകം പ്രതിബിംബങ്ങൾ കാണാൻ സാധിക്കും. ബാർബർ ഷോപ്പിൽ ആവർത്തന പ്രതിഫലനം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. കലിഡോസ്കോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ദർപ്പണമാണ് സമതല ദർപ്പണം. 3 സമതല ദർപ്പണങ്ങളാണ് കലിഡോസ്കോപ്പ് നിർമ്മാണത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത്. കലിഡോസ്കോപ്പ് തിരിച്ചു നോക്കുമ്പോൾ കാണുന്ന വർണ്ണ കാഴ്ചകൾക്ക് കാരണം ആവർത്തന പ്രതിപതനമാണ്. കലിഡോസ്കോപ്പ് തിരിച്ചു നോക്കുമ്പോൾ കാണുന്ന വർണ്ണ കാഴ്ചകൾക്ക് കാരണം ആവർത്തന പ്രതിപതനമാണ്. ഇനി എന്താണ് പെരിസ്കോപ്പ് എന്ന് നോക്കാം. ഒരു തടസ്സത്തിന് അപ്പുറമുള്ള കാഴ്ചകൾ കാണാൻ സഹായിക്കുന്ന ഉപകരണമാണ് പെരിസ്കോപ്പ്. പെരിസ്കോപ്പിലെ ദർപ്പണങ്ങൾ ക്രമീകരിച്ചിരിക്കുന്ന കോണളവ് 45 ഡിഗ്രിയാണ്. പ്രകാശത്തിന്റെ പ്രതിപതന നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പെരിസ്കോപ്പ് പ്രവർത്തിക്കുന്നത്. സങ്കീർണമായ പെരിസ്കോപ്പുകളിൽ ദർപ്പണത്തിന് പകരം പ്രിസങ്ങൾ ഉപയോഗിക്കുന്നു. പെരിസ്കോപ്പിലെ താഴെയുള്ള കണ്ണാടിയിൽ നോക്കുമ്പോൾ മുകളിലെ കാഴ്ച കാണുന്നതിന് കാരണം ആവർത്തന പ്രതിപതനമാണ്. ആഴക്കടലിൽ സഞ്ചരിക്കുന്ന മുങ്ങിക്കപ്പലുകളിലെ നാവികർ, യുദ്ധമുഖത്തെ ട്രെഞ്ചുകളിൽ ഇരുന്ന് ശത്രുക്കളെ നിരീക്ഷിക്കുന്ന പട്ടാളക്കാർ മുതലായവർ പെരിസ്കോപ്പ് പ്രയോജനപ്പെടുത്തുന്നു. കോണളവും പ്രതിബിംബങ്ങളുടെ എണ്ണവും നമുക്ക് നോക്കാം. തുല്യ വലിപ്പമുള്ള 2 സമതല ദർപ്പണങ്ങൾ വിവിധ കോണുകളിൽ ക്രമീകരിക്കുമ്പോൾ പ്രതിബിംബങ്ങളുടെ എണ്ണം വ്യത്യാസപ്പെടുന്നു. കോണളവ് കൂടുമ്പോൾ പ്രതിബിംബങ്ങളുടെ എണ്ണം കുറയുന്നു. കോണളവ് കുറയുമ്പോൾ പ്രതിബിംബങ്ങളുടെ എണ്ണം കൂടുന്നു. ദർപ്പണങ്ങൾക്കിടയിലെ കോണളവും പ്രതിബിംബങ്ങളുടെ എണ്ണവും തമ്മിൽ ബന്ധമുണ്ട്. കോണളവും പ്രതിബിംബങ്ങളുടെ എണ്ണവും നമുക്ക് എങ്ങനെ കണക്കാക്കാമെന്ന് നോക്കാം. കോണളവ് x ആണെങ്കിൽ പ്രതിബിംബങ്ങളുടെ എണ്ണം 360 ഡിവൈഡഡ് ബൈ x മൈനസ് 1 ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്കിവിടെ കുറച്ച് കോണളവുകളും പ്രതിബിംബങ്ങളുടെ എണ്ണവും നമുക്ക് നോക്കാം. 30 ഡിഗ്രി കോണളവുകളാണ് 2 ദർപ്പണങ്ങൾക്കിടയിലുള്ളതെങ്കിൽ പ്രതിബിംബങ്ങളുടെ എണ്ണം 11 ആണ്. 60 ഡിഗ്രി കോണളവാണ് ദർപ്പണങ്ങൾക്കിടയിലുള്ളതെങ്കിൽ പ്രതിബിംബങ്ങളുടെ എണ്ണം 5 ആണ്. 90 ഡിഗ്രി കോണളവാണ് ദർപ്പണങ്ങൾക്കിടയിലുള്ളതെങ്കിൽ പ്രതിബിംബങ്ങളുടെ എണ്ണം 3 ആണ്. 120 ഡിഗ്രി കോണളവാണ് ദർപ്പണങ്ങൾക്കിടയിലുള്ളതെങ്കിൽ പ്രതിബിംബങ്ങളുടെ എണ്ണം 2 ആയിരിക്കും. ഇനി എന്താണ് പ്രകാശ മലിനീകരണം എന്ന് നോക്കാം. രാത്രിയിലെ കൃത്രിമ പ്രകാശം ജീവികളെ പ്രതികൂലമായി ബാധിക്കുന്നു. ഇരുട്ടിൽ ഇര തേടുന്ന ഒട്ടേറെ ജീവികൾക്ക് കൃത്രിമ വെളിച്ചം ദോഷമാകുന്നുണ്ട്. തവളകൾക്ക് രാത്രി അമിതമായി പ്രകാശമേൽക്കുമ്പോൾ അവയുടെ ഇണചേരൽ വിളി തടയുകയും അവയുടെ പ്രത്യുൽപാദന ശേഷി കുറയുകയും ചെയ്യുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. വെളിച്ചം പക്ഷികളെ ആകർഷിക്കുകയും അവയെ വഴിതെറ്റിക്കുകയും ചെയ്യുന്നു. റോഡിലുള്ള വലിയ വെളിച്ചം കാരണം മൂങ്ങ പോലുള്ള പക്ഷികൾക്ക് രാത്രിയിൽ കണ്ണു കാണാൻ സാധിക്കുന്നില്ല. തെളിഞ്ഞ രാത്രിയിൽ മാത്രം കാണാവുന്ന പല ആകാശ കാഴ്ചകളും മനുഷ്യർക്ക് നഷ്ടമാകുന്നതിന് രാത്രിയിലെ തീവ്രമായ പ്രകാശം കാരണമാകുന്നുണ്ട്.